ആർ ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, ഒരുപക്ഷെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കും എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നതിനിടെയാണ് ഒരു സസ്പെൻഷനിൽ ഒതുക്കിക്കൊണ്ട് നടപടി വരുന്നത്. പാർട്ടി വഴങ്ങിയോ വീണ്ടും പത്മകുമാറിന്? അനുജ, CPIM-ന്റെ അച്ചടക്ക നടപടികളിൽ 6 അച്ചടക്ക നടപടികളാണുള്ളത്. അതിൽ ഏറ്റവും കടുത്ത നടപടിയിൽ രണ്ടാമത്തെ കടുത്ത നടപടിയാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. പുറത്താക്കലിന് മുന്നുള്ള പുറത്താക്കലാണ് ഏറ്റവും കടുത്ത നടപടി. അതിന് മുമ്പുള്ളൊരു നടപടിയാണ് ഈ സസ്പെൻഷൻ എന്ന് പറയാവുന്നത്. അതായത് പുറത്താക്കലോളം ഒരു കർശനമായ നടപടിയല്ല. എന്നാൽ നിശ്ചിത കാലയളവിലേക്കാണ് പാർട്ടി ഒരു അംഗത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നീട് ആ സസ്പെൻഷൻ പുനഃപരിശോധിക്കാനും മറ്റുമുള്ള കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ CPM വഴങ്ങിയതാണോ എന്ന് സംശയം വരിക സ്വാഭാവികമായും. അത്തരമൊരു സംശയം ഉണ്ടായാൽ അത് ന്യായമായ സംശയം തന്നെയാണ്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CPIM-ന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അറസ്റ്റിലാകുന്നത് പത്മകുമാറിൻ്റെ അറസ്റ്റോടെയാണ്. അത് CPIM-ന് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കി. സർക്കാരിനും വലിയ തോതിൽ അന്നത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയ നടപടിയാണ്. അപ്പോൾ സ്വാഭാവികമായും പത്മകുമാറിനെതിരെ കർശനമായൊരു നടപടി വരും. പുറത്താക്കൽ, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുന്ന പോലുള്ള നടപടികൾ വരുമെന്നാണ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. മാത്രമല്ല CPIM-ന്റെ സംസ്ഥാന സമിതി അംഗീകരിച്ച തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ പത്മകുമാറിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നുള്ള തീരുമാനവും കൂടിയുണ്ട്. അത് താഴെത്തട്ട് വരെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പത്മകുമാർ ഒരു ആത്മകഥ എഴുതുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ ആ വിവരം പുറത്തുവിടുകയാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ ഉദ്ധരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും മറ്റും പുറത്തു വരുന്നത്. ഈ ആത്മകഥയിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, അന്നത്തെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചില കാര്യങ്ങൾ താൻ പറയുമെന്നുള്ള ഒരു ഭീഷണി കലർന്ന സന്ദേശം അദ്ദേഹം ഇതിലൂടെ നൽകുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാറിനെ പുറത്താക്കാത്തത് അല്ലെങ്കിൽ സസ്പെൻഷനിൽ നടപടി ഒതുക്കുന്നതെന്നാണ് അനുമാനിക്കാൻ കഴിയുക. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുമ്പോഴും MV ഗോവിന്ദൻ പ്രതികരിക്കുമ്പോഴും ഒക്കെ പത്മകുമാറിനെ തള്ളുന്നു എന്ന രീതിയിലാണ് നമുക്കതിൽ വായിച്ചെടുക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടാകാം വീണ്ടും ഇവിടെ ഒരു സംശയത്തിലേക്ക് പാർട്ടി എത്തിച്ചേരുന്നത്? പൂർണ്ണമായും തള്ളാൻ കഴിയാത്ത രീതിയിലേക്ക് മുതിർന്ന നേതാക്കളൊക്കെ ഇതിലൊന്നും കാര്യമില്ല, അദ്ദേഹം പുസ്തകം എഴുതട്ടെ, ആത്മകഥ എഴുതട്ടെ, ഇതിനൊന്നും മറുപടി പോലും പറയേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പറയുമ്പോഴും എന്തുകൊണ്ടാണ് ഈ നേതൃത്വം വഴങ്ങുന്നു എന്ന രീതിയിലേക്ക് വീണ്ടും വാർത്ത വരുന്നത്? അനുജ, CPIM-ന്റെ സംഘടനാ രീതി അനുസരിച്ച് നടപടിയെടുക്കുന്ന ഘടകം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയാണ്. കാരണം CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. അദ്ദേഹത്തിൻ്റെ ഘടകത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാനുള്ള അവകാശം. മേൽക്കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നാലും അദ്ദേഹത്തിൻ്റെ ഘടകം ആ നടപടിയോട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഒരു തീരുമാനം വരിക. മേൽക്കമ്മിറ്റി തീരുമാനം എല്ലാ ഘട്ടത്തിലും വിജയിച്ചു കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ മേൽക്കമ്മിറ്റി തീരുമാനം എല്ലാ ഘട്ടത്തിലും നടപ്പിലായിക്കൊള്ളണമെന്നുമില്ല. ഇവിടെ പത്മകുമാറിൻ്റെ ഘടകമായ ജില്ലാ കമ്മിറ്റിയിൽ ഈ നിർദ്ദേശം ചർച്ച ചെയ്തപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കുന്നത് അപകടകരമായിരിക്കുമെന്നുള്ള ഒരു ചർച്ചയായിരിക്കാം, ഒരു തീരുമാനമായിരിക്കാമാണ് ഉണ്ടായതെന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ. എന്തായാലും ഇതുവരെ CPIM-ന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അല്പം മുമ്പും പത്തനംതിട്ട ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ വിളിക്കുമ്പോൾ ഒരു അരമണിക്കൂറുടെ കഴിഞ്ഞ് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാം, തീരുമാനം പറയാം എന്നാണ് പത്തനംതിട്ട ജില്ലയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ നമുക്ക് നൽകുന്ന പ്രതികരണം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വന്നിട്ടില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും എന്നുള്ള വിവരം ലഭിക്കുന്നത്. എന്നാൽ പുറത്താക്കാനുള്ള നടപടി സാധ്യത കുറവാണ് എന്ന തരത്തിലുള്ള സൂചനകളിലും നേതാക്കളിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീടുള്ള നടപടി സസ്പെൻഷനാണ്. അതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്ത് വന്നിട്ടുള്ളത് എന്നാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഈ സസ്പെൻഷൻ എന്ന നടപടിയിലൂടെ പാർട്ടിയിൽ നിന്ന് പത്മകുമാറിനെ പൂർണ്ണമായും പുറത്ത് കളയുന്നില്ല. അപ്പോൾ ആത്മകഥ പോലുള്ള തുറന്നു പറച്ചിലിന് അദ്ദേഹത്തിനൊരു പരിധിവരെ ഒരു വിലക്ക്, ഒരു തടസ്സമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു നീക്കമായിട്ട് കൂടി വേണം ഈ സസ്പെൻഷൻ നടപടിയെ കാണാൻ. നടപടിയെടുത്ത് പുറത്താക്കിയാൽ പിന്നീട് പത്മകുമാർ സർവതന്ത്ര സ്വതന്ത്രനായി അദ്ദേഹത്തിന് തൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ തീരുമാനിക്കാം, എഴുതാം. ഇതാകുമ്പോൾ സസ്പെൻഷനിലാണ്. അപ്പോൾ പാർട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാലിക്കാനുള്ള ബാധ്യത മുതിർന്ന നേതാവ് എന്ന നിലയിൽ പത്മകുമാറിനുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിയെ ഇപ്പോഴും അദ്ദേഹത്തെ പൂർണ്ണമായും കയറൂരി വിടുന്നില്ല, പാർട്ടിയുടെ ഒരു ചതുരത്തിൽ തന്നെ നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് വേണം ഈ നടപടിയിലൂടെ, സസ്പെൻഷൻ നടപടിയിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം
പ്രഖ്യാപനം വരാനിരിക്കുന്നേ ഉള്ളൂ. സസ്പെൻഷനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ സ്വീകരിക്കാൻ പോകുന്ന നടപടി എന്ന് പറയുമ്പോൾ പത്മകുമാർ തുറന്നു പറയാൻ പോകുന്ന കാര്യങ്ങളെ CPM ഒരു പരിധിവരെ ഭയപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശബരിമലയിലെ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്. 2017-18 കാലത്ത് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോഴും അതിൻ്റെ അലയൊലികൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ ഒതുങ്ങിയിട്ടില്ല. മാത്രമല്ല ഇനിയും അതിന് വലിയ തോതിലുള്ള പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയും. പ്രത്യേകിച്ചും പത്തനംതിട്ട പോലെയുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മധ്യ തിരുവിതാംകൂർ മേഖലയിൽ വലിയ തോതിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വെളിപ്പെടുത്തലുകൾ അതിനൊക്കെ പ്രകടശേഷിയുള്ള കാര്യങ്ങളാണ് പത്മകുമാറിന് പറയാനുള്ളതെങ്കിൽ അത് വലിയ തോതിൽ CPM-നും LDF-നും ഈ തകർച്ചയുടെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും. അത്തരമൊരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് അപ്പോഴും എന്തുകൊണ്ട് സസ്പെൻഷനിൽ ഒതുക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഇനി ഉയരാൻ പോകുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.